السلام عليكم ورحمة الله تعالى وبركاته والصلاة والسلام على سيدنا محمد وعلى آله والفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനിക്കാനും ആദരിക്കാനും കടപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു ഒത്തൊരുമ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ന്യൂനപക്ഷ അവകാശങ്ങൾ, ധ്വംസനങ്ങൾ ഇന്ത്യയെ മാറ്റിമറിക്കുന്നു എന്ന ശീർഷകത്തിലാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖും പായസിയും എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് വാഴുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത്. തീർച്ചയായും ഇന്ത്യ രാജ്യവും അതുപോലെ തന്നെ കേരളവും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുമാണ്. എന്നിരുന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എക്കാലത്തും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നവരും മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. 1947 അർദ്ധരാത്രി ഇന്ത്യൻ സ്വതന്ത്രമാകുമ്പോൾ കേവലം ആ സ്വതന്ത്ര പോരാട്ടത്തിൽ മൺമറഞ്ഞു പോയത് ഹിന്ദുക്കളോ മറ്റു മതസ്ഥരോ ആയിരുന്നില്ല. കേരളത്തിലെ ഉലമാക്കളും ആ ഒരു സ്വതന്ത്രത്തിൽ നമ്മോട് മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ 2019 പൗരത്വ ഭേദഗതി അതും മുസ്ലിങ്ങൾക്ക് നേരെ തന്നെയായിരുന്നു. അതുപോലെ ഉത്തർപ്രദേശില് 4 കോടി മുസ്ലിങ്ങളാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വർഗീയതകളും ഏറെ കുത്തിവീർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ന്യൂനപക്ഷ അവകാശങ്ങളുള്ളത്. ഇത്തരം ഒരവസ്ഥയിലൂടെയാണ് ഇന്ത്യ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1991 ആരാധന നിയമം എന്ന് പറയുന്ന നരസിംഹറാവുയുടെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെ അന്നത്തെ ഒഴിവാക്കിയ ഒരു മസ്ജിദായിരുന്നു ബാബരി മസ്ജിദ്. ഇന്ന് വന്നുകൊണ്ട് ആ ബാബരി മസ്ജിദും അതുപോലെ തന്നെ മറ്റുള്ള ദർഗയും പൊളിച്ചും മാറ്റുന്ന ഒരു സന്ദർഭത്തിലേക്ക് ന്യൂനപക്ഷങ്ങളെ എടുത്തു മാറ്റുന്നു എന്നും നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാവുന്നതാണ്. ക്ഷേത്രങ്ങളെ പൊളിച്ച് നിരവധി മസ്ജിദുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഈ നിയമം എടുത്തു മാറ്റിയാൽ മാത്രമേ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ, ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കാനും സാധിക്കൂ എന്നും അർഹനാഗ് സിംഗ് പറഞ്ഞു. ഇതിന്റെ മുൻ സമമായ ആവശ്യം BJP MP-മാർ രാജ്യസഭയിൽ ഉയർത്തിയിട്ടുമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.